സ്വയംഭരണ പദവിക്കെതിരെ ആലുവ യുസി കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. സ്വയംഭരണം അനുവദിക്കുന്നതിന് മുന്നോടിയായുള്ള യുജിസി പരിശോധനയോടനുബന്ധിച്ചാണ് പ്രതിഷേധമുണ്ടായത്. അക്രമസാധ്യത കണക്കിലെടുത്ത് കോളേജിൽ വൻ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 9:30 5-അംഗ യുജിസി സംഘം കോളേജിലെത്തി. തുടർന്ന് വിദ്യാർത്ഥികളൊന്നടങ്കം സ്വയംഭരണ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി പുറത്തിറങ്ങി. SFI, KSU, ABVP തുടങ്ങി എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഒന്നിച്ചണിനിരന്നു. കഴിഞ്ഞ ജനുവരിയിൽ യുജിസി സംഘം പരിശോധനയ്ക്കെത്തിയെങ്കിലും വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ക്യാമ്പസിന് അകത്ത് പ്രവേശിക്കാനായിരുന്നില്ല. തുടർന്നാണ് കോളേജ് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിച്ച് പോലീസ് സുരക്ഷ ആവശ്യപ്പെട്ടത്. പെരുമ്പാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം കോളേജിനകത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നേതാക്കൾ ഉൾപ്പെടെ 100ഓളം വിദ്യാർത്ഥികളെ ആദ്യം അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. കാലക്രമേണ ഈ എയ്ഡഡ് കോളേജ് എന്ന യുസി കോളേജും അത് സ്വാശ്രയ വിദ്യാഭ്യാസത്തിന്റെ പദ്ധതിയിലേക്ക് മാറുന്ന സാഹചര്യം ഓട്ടോണമസ് പദവി ലഭിക്കുന്നതോടെ ഉണ്ടാകുമെന്നാണ്. ആർക്ക് വേണ്ടിയാണ് ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ്? ഇത്രയും വലിയ പിള്ളേര് ഇവിടെ ഒരു 10, 3000, 4000 പിള്ളേര് പഠിക്കുന്നുണ്ട്. ഈ 3000 പിള്ളേര് ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രൊട്ടസ്റ്റ് നടത്തുമ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ഏത് വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടാണ്? ഒരാൾ പോലും ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല. യുജിസി സംഘത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിയും കൂകി വിളിച്ചും വിദ്യാർത്ഥികൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുടെ എതിർപ്പ് അവഗണിച്ച് മാനേജ്മെന്റ് സ്വാർത്ഥ താൽപര്യങ്ങൾക്കായാണ് സ്വയംഭരണം കൊണ്ടുവരുന്നതെന്ന ആരോപണവുമുണ്ട്. മീഡിയ 1 കൊച്ചി.